നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. അവരുടെ മുഖം മനസ്സിലോർത്ത് അവരുടെ പേര് 3 തവണ ഉരുവിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നെ വിശ്വസിക്കൂ എന്നാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ നടന്നതായി കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയോ, ഇങ്ങനെ തന്നെ ചിന്തിക്കുക. അതായത് ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇനിയും കൂടുതൽ ശക്തമാക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അത് കൂടുതൽ ബലമാകുന്നതാണ്. ഒരാളിൽ നിന്നും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രതീക്ഷകൾ കൂടുതലായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അവരിങ്ങനെയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇപ്പോൾ അവർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട്. ആ വ്യക്തി കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊന്നും ഇല്ല. ഇപ്പോൾ അവർ തനിച്ചാണ്. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ ആരോ ഒരാൾ മറ്റൊരാൾക്ക് ഫ്രീഡം കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം. ആരോ ഒരാൾ ഫ്രീഡം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ കൺട്രോൾ ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല. ഒരു പക്ഷേ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് ആ വ്യക്തിയെ നേരായ വഴിയെ നയിക്കാനായിരിക്കാം. ഏതായാലും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ ഉണ്ട്. ഈ വ്യക്തിയെ നിങ്ങൾ എന്തായാലും കണ്ടുമുട്ടേണ്ടതാണ്. ഈ ഒരു പിരിഞ്ഞിരിക്കുന്ന അവസരത്തിൽ പോലും വീണ്ടും ഒരു ഡിവൈൻ ടൈം നിങ്ങൾ കാണും. ഇവിടെ കാണുന്നു, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ വേണ്ടെന്ന് വെച്ചൊരു വ്യക്തിയാണ് അയാൾ, അല്ലെങ്കിൽ അവർ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഒരു പക്ഷേ അത് ഫ്രണ്ട്സ് ആവാം. ചിലപ്പോൾ ഫ്രണ്ട്സ് പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് കറങ്ങാനൊക്കെ ഇഷ്ടമാണ്, അവർ പറയുന്നതാണ് ശരി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഫ്രണ്ട്സ് കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് പെട്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചിന്തിക്കുന്നു, മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഒത്തുതീർപ്പാക്കണമെന്ന്. അവർക്ക് നേരിട്ട് വരാൻ ഒരു ഭയമുണ്ട്. അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, അവർ പെട്ടുപോയതാണ്, നിങ്ങൾ അവർക്ക് ക്ഷമിക്കണം, മാപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് അവർ ഇപ്പോൾ മറ്റൊരാളെ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് വളരെയധികം അഡിക്ഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കാണുന്നു, അവർ വളരെയധികം വിശ്വസിച്ച ഒരു വ്യക്തി അവരെ ആകെ തകർത്ത് കളഞ്ഞു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയുടെ കാർമിക്കായിരുന്നു. ഇനി ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതൊക്കെ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നീ എന്നോട് ക്ഷമിക്കുക. അവർ എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർ നിങ്ങൾക്കിപ്പോൾ ഒരു വെഡ്ഡിങ് റിങ് തരാൻ ആഗ്രഹിക്കുന്നു. അവർ ഇപ്പോൾ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എനിക്കിപ്പോൾ ഒരു സന്തോഷമില്ല, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി നീ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് പുതിയൊരു സന്തോഷം, ഒരു ലൈഫ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാം. നിങ്ങളുടെ സ്നേഹം അവരുടെ അടുത്ത് പറയുക, സംസാരിക്കുക. കാരണം അവരിപ്പോൾ വീണ് കിടക്കുകയാണ്, പരാജയപ്പെട്ട ഒരാളാണ്. സംസാരിക്കാം. തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്.
ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളായിരിക്കാം വഴക്കുണ്ടാക്കുന്നത്, കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറയാനുണ്ടാകും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവർ നിങ്ങളോട് വരുമ്പോൾ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഒരു മാരേജ്, ഒരു റീയൂണിയൻ, പരസ്പര വിശ്വാസം, ഇതൊക്കെയാണ്. ചിലവർക്ക് മാരേജാണ്, ചിലവർക്ക് റീയൂണിയനാണ്, കൂടിച്ചേരൽ. അവരിപ്പോൾ ആഗ്രഹിക്കുന്നു ഈ ലോകത്തോട് വിളിച്ചു പറയണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്, നിങ്ങളെ സ്നേഹിച്ചവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ലൈഫിൽ നീ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന്. നീ എനിക്കൊരു ഫ്രണ്ട് മാത്രമല്ല, അതിനപ്പുറം ആരെല്ലാമൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. വൈറ്റ് ഫെദർ, ലെറ്റർ എസ്, ഫ്ലവർ, ജൂൺ, തിരുവാതിര, ഏജ് ഡിഫറൻറ്റ്, പാലക്കാട്, കാസർഗോഡ്, പാലക്കാട്, ജാനുവരി 1, 43, 26, ജെമിനി, ഫെബ്രുവരി, ബ്രൗൺ ഹെയർ, സ്ട്രോങ് ബോഡി, ലെറ്റർ കെ, ലെറ്റർ എം, ലെറ്റർ ഇ, ലെറ്റർ ഒ, ലെറ്റർ എ, ലെറ്റർ എ, സിസ്റ്റർ, അബ്രോഡ്, ബ്രദർ, ജാനുവരി, സെപ്റ്റംബർ, പാരൻസ്, ലെറ്റർ എം, 9, 333, കാപ്രിക്കോൺ, 1111, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, സെപ്പറേഷൻ, ചീറ്റിംഗ്, ഏരീസ്, 40, 23, 9, ഓഗസ്റ്റ് മന്ത്, 7, 444, 1999, ലെറ്റർ ഐ, ചോതി, 45, 2003, മൂകാംബിക, സെപ്പറേഷൻ, എം, 2003, സെലിബ്രേഷൻ, ലെറ്റർ ആർ, ലെറ്റർ എസ്, 2003, 47, 12, 32, ബ്ലാക്ക് കളർ, ലെറ്റർ ഐ, 31.